കൂട്ടുകാരെ, ഇന്ന് ഞാൻ നിങ്ങൾക്ക് ആയിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് ഒരു റവ ഇഡ്ഡലി എങ്ങനെ ഉണ്ടാക്കാം, അതായത് ഇഡ്ഡലി റവ പൊടി കൊണ്ട് എങ്ങനെ ഒരു റവ ഇഡ്ഡലി ഉണ്ടാക്കാമെന്നും പിന്നെ കൂട്ടത്തിൽ ഞാനൊരു കോക്കനട്ട് ചട്നിയും കാണിക്കുന്നുണ്ട്. ഇത് എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് നോക്കിയിട്ട് വരാം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്നത് ഒരു ഇഡ്ഡലി റവ കൊണ്ട് എങ്ങനെ ഇഡ്ഡലി ഉണ്ടാക്കാവുന്ന. ഇത് നമ്മൾ മലയാളിക്കടയിലൊക്കെ ചെല്ലുമ്പോൾ കിട്ടുന്നതാണ് ഇഡ്ഡലി റവ. പക്ഷേ ഇത് ഡയറക്റ്റ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റത്തില്ല. അതിന് നമുക്ക് ആവശ്യമുള്ളതെന്ന് പറയുന്നത്, നമ്മൾ 1 കപ്പ് ഉഴുന്നെടുക്കണം. അത് നമ്മൾ ഒന്ന് വെള്ളം ഒഴിച്ച് കുതിർക്കാൻ വെക്കണം. ഒരു 4-5 മണിക്കൂർ നമ്മളിത് വെള്ളം ഒഴിച്ച് കുതിർക്കാൻ വെക്കണം. ഇതിൻ്റെ കൂടെ 1 സ്പൂണ് ഉലുവയും കൂടി ഇടണം. 1 സ്പൂണ് ഉലുവയും ഇട്ട് നമ്മളിത് വെള്ളം ഒഴിച്ച് സോക്ക് ചെയ്തിട്ട് വയ്ക്കാം. ഇതുവരെ റവ ഇഡ്ഡലി ഉണ്ടാക്കാനായിട്ട് നമുക്ക് 2 കപ്പ് റവപ്പൊടി എടുത്ത് ഒന്ന് വെള്ളത്തിൽ കുതിർത്ത് വെക്കണം. നമ്മളിത് ഉഴുന്നരയ്ക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് ചെയ്യേണ്ടതാണ്. 2 കപ്പ് പൊടിയിട്ടത് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമുക്കിതൊന്ന് കുതിർക്കാൻ വെക്കാം. പച്ചവെള്ളമാണ് ഒഴിക്കുന്നത്. ഇപ്പം നമ്മുടെ ആ ഉഴുന്ന് കുതിർത്ത് വെച്ചിരുന്നത് നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് അതിനകത്തേക്ക് 1 കപ്പ് വേവിച്ച ചോറിട്ട് കൊടുക്കാം. ഇനി ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമുക്കിതൊന്ന് അരച്ചിട്ട് വരാം. അപ്പോൾ നമ്മൾ അരച്ചിട്ട് വന്ന ഉഴുന്ന് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ ആ കുതിർത്ത് വെച്ചിരിക്കുന്ന ഇഡ്ഡലി റവ നമ്മളിങ്ങനെ കൈകൊണ്ട് നല്ലതായിട്ട് പിഴിഞ്ഞിട്ട് നമ്മുടെ ആ ഉഴുന്നിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കണം. 10 മിനിറ്റ് നമ്മളത് ഇങ്ങനെ കുതിരാനാണ് ഇതിനകത്തേക്ക് ഇട്ടിട്ട് പിഴിഞ്ഞെടുത്ത് നമ്മളിതിലേക്ക് ചേർക്കണം. അധികം വെള്ളം ആകാതിരിക്കാൻ വേണ്ടിയാണ് പിഴിഞ്ഞെടുക്കുന്നത്. ഇനി ആ റവ നമ്മൾ ഉഴുന്നിൻ്റെ അകത്തേക്ക് നല്ലതായിട്ട് കൈകൊണ്ട് ഞെരടി അത് രണ്ടും കൂടെ ഒന്നിപ്പിക്കണം. ഞെരടി അത് കഴിഞ്ഞിട്ട് നമ്മൾ അടച്ച് വെച്ചിട്ട് രാവിലെ നമുക്ക് ഇഡ്ഡലി ഉണ്ടാക്കാം. പിന്നെ കർണാടകത്തിലും പിന്നെ അതുപോലെ തന്നെ തമിഴ്നാട്ടിലുമൊക്കെ ഈ പൊടി കിട്ടാറുണ്ട്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മുടെ കേരളത്തിലും ഉണ്ടെന്നാണ് ഈ പൊടി അങ്ങനെ കിട്ടുമെന്നാണ് തോന്നുന്നത്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നാളെ ഞാനിത് ഇഡ്ഡലി ഉണ്ടാക്കിയിട്ട് നിങ്ങളെ കാണിക്കാം. വേറെ ഇന്നലെ രാത്രി നമ്മൾ അരച്ച് വെച്ച നമ്മുടെ ഇഡ്ഡലി റവ ഉഴുന്നും കൂടെ ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ നല്ല അടുപ്പ് വെച്ചിട്ടുണ്ട്. നമുക്കിനി അത് ഇഡ്ഡലി ഉണ്ടാക്കാൻ തുടങ്ങാം. മാവിലേക്ക് ഒരു സ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. അത് നല്ലതായിട്ടൊന്ന് ഇളക്കി ചേർക്കാം. അപ്പോൾ നമ്മൾ ഇഡ്ഡലി തട്ടിലേക്ക് എണ്ണ തേച്ചിട്ടുണ്ട്. ഇനി നമുക്കത് മാവ് ഒഴിച്ചു കൊടുക്കാം. ഇഡ്ഡലി ചെമ്പിലേക്ക് നമുക്ക് എടുത്ത് വെച്ച് കൊടുക്കാം. നമ്മൾ ഇഡ്ഡലി ചെമ്പിൽ അത് വെച്ച് കൊടുക്കുക. കൂട്ടുകാരെ, നമ്മുടെ ഇഡ്ഡലി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അത് വെന്തിട്ടുണ്ട്. നമുക്കിനി അതെടുത്ത് മാറ്റാം. ഇനി പെട്ടെന്ന് തണുത്ത് കിട്ടാൻ വേണ്ടി നമുക്ക് കുറച്ച് വെള്ളം തളിച്ച് കൊടുക്കാം ഇതിൽ. അപ്പോൾ അങ്ങനെ നമ്മുടെ ഇഡ്ഡലി തണുത്തതിന് ശേഷം നമുക്ക് ഇത് പാത്രത്തിലിട്ട് വയ്ക്കാം. ഇഡ്ഡലിയുടെ കൂടെ ഒരു തേങ്ങാ ചട്നിയാണ് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് ഞാൻ 1/2 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. 2 ചുവന്നുള്ളി അതിലേക്ക് ഇട്ട് കൊടുത്ത് ഇനി 1 സ്പൂണ് കാശ്മീരി മുളക് പൊടി, പിന്നെ ഇനി ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമുക്കിതൊന്ന് അരച്ചിട്ട് വരാം. കൂട്ടുകാരെ, നമ്മൾ തേങ്ങാ ചട്നി ഉണ്ടാക്കാനായിട്ട് ഒരു പാത്രം അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായി കഴിയുമ്പോൾ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി കഴിയുമ്പം നമുക്ക് കടുക് വറക്കാം. കടുക് വറക്കാൻ ആവശ്യമായിട്ട് വേണ്ടത് കടുക് വേണം, കരിവേപ്പില വേണം, ചെറിയ ഉള്ളി അരിഞ്ഞത് വേണം, ഒരു 2 വറ്റൽമുളക് വേണം. ഇപ്പം നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. സമയത്ത് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടിക്കഴിയുമ്പോൾ നമുക്ക് കരിവേപ്പില ഇട്ട് കൊടുക്കാം. പിന്നെ ചുവന്നുള്ളി ഇട്ട് കൊടുക്കാം. വറ്റൽമുളക് ഇട്ട് കൊടുക്കണം. ഇതെല്ലാം ഒന്ന് നല്ലതായിട്ട് ചുമക്ക വറുത്തെടുക്കണം. നമ്മുടെ ഈ ചെറിയ ഉള്ളി ഒന്ന് ചുമന്ന് വരുന്നിടം വരെ ഇതൊന്ന് വറുത്തെടുക്കണം. ഇതിൻ്റെ ഇങ്ങനെ കടുക് വറക്കുമ്പോൾ തന്നെ ഒരു പ്രത്യേക മണമാണ്.
ഇത് യൂഷ്വലി നമ്മുടെ കേരളത്തിലെ എല്ലാ വീടുകളിലും ഉണ്ടാക്കുന്ന ഒരു ചട്നിയാണ് ഇഡ്ഡലിയുടെയും ദോശയുടെയും കൂടെ. ഇപ്പം ഞാൻ ഇഡ്ഡലി ഉണ്ടാക്കിയപ്പോൾ ഈ ചട്നി ഉണ്ടാക്കി. ഇത് ഉണ്ടാക്കാൻ അറിയാൻ വയ്യാത്തവർക്ക് വേണ്ടിയാണ് ഞാനിത് കാണിക്കുന്നത്. എളുപ്പം ഉണ്ടാക്കാവുന്ന, വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കാവുന്ന ഒരു ചട്നിയാണ്. നല്ല ടേസ്റ്റുമാണ്. കൂട്ടുകാരെ, നമ്മുടെ ഉള്ളി നല്ലതായിട്ട് വഴന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് തേങ്ങ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഇട്ട് കൊടുക്കാം. ഇനി ആവശ്യത്തിനുള്ള വെള്ളം ഈ മിക്സി കഴുകി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മളിതൊന്ന് തിളയ്ക്കാൻ പാടില്ല, ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കണം. ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്കിത് ഓഫ് ചെയ്യണം. അതിന് മുമ്പായിട്ട് നമുക്ക് കുറച്ച് ഉപ്പ് ചേർക്കാം. ഒരു 1/2 സ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. ഇനി അതൊന്ന് ഇളക്കി ചേർക്കാം. അങ്ങനെ നമ്മുടെ ചട്നി റെഡി ആയിട്ടുണ്ട്. ഇതൊന്ന് ചൂടായിട്ടുണ്ട്. ഇത് ചൂടായി കഴിയുമ്പോൾ നമുക്കിതിൻ്റെ തീ അങ്ങ് ഓഫ് ചെയ്യാം. അപ്പോൾ കൂട്ടുകാരെ, നമ്മുടെ സ്വാദിഷ്ടമായ ഇഡ്ഡലി റവ കൊണ്ടുണ്ടാക്കിയ ഇഡ്ഡലിയും തേങ്ങാ ചട്നിയും റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ട എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ചെയ്യണം. വീണ്ടും അടുത്തൊരു വീഡിയോയുമായി വരുന്നവരെ ബായ്.